കൊണ്ടുവരും. അതിന്റെ ലിസ്റ്റ് അനുസരിച്ച് CPM-ന്റെ ആൾക്കാരെ വിവരം അറിയിക്കും. അവർ വരും, വാങ്ങിക്കും, പോകും. ഞങ്ങൾക്ക് 1 രൂപയുടെ പ്രയോജനം ചെയ്യാത്ത ഈ ആന്റണി ജീവിതത്തിൽ ജയിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ആന്റണിക്ക് ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ള നേരത്തെ അയാളെ എന്റെ കണ്ണു മുന്നിൽ ഞാൻ കൊണ്ട് നിർത്തിയായിരുന്നു. ഞാൻ നേരിട്ട് അയാളോട് 4 കാര്യം പറഞ്ഞു. അത്ര വൃത്തികെട്ട ഒരു വികസനവും ഇല്ല. ജനങ്ങൾ ആ യൂണിയൻ പാർട്ടിയിലുള്ളവർ തന്നെ വെറുക്കുക. തൊഴിലാളികളുടെ സർക്കാരാന്ന് പറയുന്ന ഈ പിണറായി വിജയൻ ഇന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് മേടിക്കാനോ അരി മേടിക്കാനോ 10 പൈസ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 4 പൈസ 1600 പെൻഷൻ കൊടുക്കുന്നുണ്ടോ? പിണറായിയുടെ ഭരണത്തിനെ പറ്റി അങ്ങനെ എന്തോ പറയാ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ഞാനിത് പറഞ്ഞ പറ്റി നാട്ടുകാരെന്നെ എടുത്തിട്ടല്ലോ, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ എയർപോർട്ടിനെ പറ്റി ഇതുപോലെ 4 വാർത്ത ഞാൻ പറഞ്ഞുതരാം. അന്ന് എനിക്ക് അതിന്റെ അങ്ങേപ്പുറത്തൊന്നും അടി കിട്ടിയല്ല. അനിൽ ജയിക്കണം. ഈ നാട് നന്നാവണമെങ്കിൽ മോദി സർക്കാർ വീണ്ടും വരണം. പത്തനംതിട്ടയ്ക്ക് അനിൽ ആന്റണി ജയിക്കണം. യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ഈ പത്തനംതിട്ടയുടെ ഏറ്റവും കിഴക്ക് മലയോര മേഖല ജീവിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട് ഏറ്റവും മോശപ്പെട്ട ഒരു നാടാണ്, ഒരു ഗ്രാമമാണ്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ്. ഞങ്ങൾക്ക് 1 രൂപയുടെ പ്രയോജനം ചെയ്യാത്ത ഈ ആന്റണി ജീവിതത്തിൽ ജയിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ജയിക്കരുത്. കാരണം ഈ ആന്റണിക്ക് ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ള നേരത്തെ ജയിക്കരുത്. അയാളെ എന്റെ കണ്ണു മുന്നിൽ ഞാൻ കൊണ്ട് നിർത്തിയായിരുന്നു. ഞാൻ നേരിട്ട് അയാളോട് 4 കാര്യം പറഞ്ഞു. അത്ര വൃത്തികെട്ട ഒരു വികസനവും ഇല്ല. അവിടെ കൊണ്ടുവന്ന് ചിറ്റാർ കൊണ്ടുവന്നിട്ട് ഒരു ഹൈമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ പടയണിപ്പാറ കൊണ്ടുവന്നിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് വെച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ അടങ്കല് പറയുന്നു. 1 ലക്ഷം രൂപ അവിടെ ചെലവാക്കിയിട്ടില്ല. ബാക്കി പോക്കറ്റിൽ തത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കും, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ തരുന്നത് 4 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപയുടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വെച്ചിട്ട് ഒരു കമ്പി വെക്കും. ഒരു കമ്പി ഇവരെയൊക്കെ പിടിച്ചോണ്ട് ആ കമ്പിയിൽ ഇരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാ എനിക്ക് പറയാനുള്ളത്. ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കമ്പി, ഒരൊറ്റ കമ്പി വെക്കും. അവിടെ ഇവന്മാരെ പിടിച്ചോണ്ടിരുത്തണം 1/2 മണിക്കൂർ. വയ്യാത്തവർക്ക് ഇരിക്കാൻ കൊണ്ട് വെക്കുന്നതാ. പിണറായി സർക്കാരിന്റെ ഭരണം പൂർണ്ണ പരാജയം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഏത് മേഖല നോക്കിയാലും, ഞാനാണ് ഷുഗർ പേഷ്യൻ്റ് ആണ്. എനിക്ക് പിന്നെ കൊളസ്ട്രോള്, പിന്നെ പ്രഷർ, എല്ലാ രോഗമുള്ള ഒരാളാണ്. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു മരുന്നില്ല. കഴിഞ്ഞ മാസം മരുന്നിന് ചെന്നപ്പോൾ 10 ദിവസത്തേത് ഇൻസുലിൻ കിട്ടിയിട്ട് മാസങ്ങളായി. ഒരു മരുന്നില്ല, എങ്ങുമില്ല. മെഡിക്കൽ കോളേജുകളില്ല. മെഡിക്കൽ കോളേജിലെ ഫാർമസിയൊക്കെ പൂട്ടി ഞങ്ങളും വാർത്തയൊക്കെ കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് എന്തോ ഈ പറയുന്നത്, മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല. പിന്നെ യാതൊരു വികസനങ്ങളും ഇല്ല. അവരൊക്കെ വീടുകൾ വികസിക്കുന്നതല്ലാതെ. ആ കേരിയുണ്ട്, കിട്ടും, അങ്ങ് ചെന്നാ മതി. കേരിക്ക് അങ്ങ് ചെന്നാ മതി. ഇപ്പൊ ഞങ്ങൾ കണ്ടോണ്ടായിരിക്കുന്ന കേരി എപ്പോഴാ തീർന്നെന്ന് പറയുന്നു. അരിക്കൊടുക്കും എങ്ങനെയാണെന്നറിയാമോ? കുറച്ച് കൊണ്ടുവരും. അതിന്റെ ലിസ്റ്റ് അനുസരിച്ച് CPM-ന്റെ ആൾക്കാരെ വിവരം അറിയിക്കും. അവർ വരും, വാങ്ങിക്കും, പോകും. പിന്നില്ല, പിന്നെ സാധനം ഇല്ല. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതും കേട്ടോണ്ടിരിക്കുന്നതും ഇതൊന്നും കിട്ടത്തില്ല. ഞങ്ങൾക്കാർക്കും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല, കിട്ടാൻ പോകുന്നുമില്ല. ആലിബാബ 20 കള്ളന്മാരും കേരളം സൃഷ്ടിക്കാൻ നടക്കുന്നു, നവകേരളം സൃഷ്ടിക്കാൻ നടക്കുന്നു. ജനങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടി? ഇതുകൊണ്ട് ജനങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പൈസ പെട്ട് തൂർത്തു പിടിക്കുകയല്ലാതെ ഇവിടെ പാവപ്പെട്ടവന്റെ തൊഴിലാളികളാണെന്ന് പറഞ്ഞത്, തൊഴിലാളികളുടെ സർക്കാരാണെന്ന് പറയുന്ന ഈ പിണറായി വിജയൻ ഇന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് മേടിക്കാനോ അരി മേടിക്കാനോ 10 പൈസ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 4 പൈസ 1600 പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ കാട്ടുപിടി ഇന്ത്യയിൽ 7ാമത്തെ പണക്കാരനാണ് ഇന്ന്. കാരണം ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചും തല്ലിക്കൊന്നും. ഞാൻ പറഞ്ഞ കാര്യം, ഒരു ഹൃദയവേദന മറികുടിച്ച് എഴുതി. അങ്ങനെ എത്ര എഴുത്തുമാർ പിച്ചി എഴുതി എണ്ണം നടക്കുന്നു. തെറ്റുണ്ടോ? നാളെ ചിലപ്പം എന്നെ എന്നാ അറിയാം, ഇവർക്കെതിരായിട്ട് പറയുന്ന ഒരു മുഴുവൻ ബലിയാട്. കേരള സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ പിള്ളേരൊക്കെ അന്യ സംസ്ഥാന കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയി പഠിക്കുന്നത് എന്താ സാറിന് അറിയാം വിവരങ്ങൾ? ഇവർ പഠിക്കാലോ, സ്കൂൾ തുറക്കുമ്പോൾ സാധനം തുടങ്ങും. അറിയാമല്ലോ. നമുക്ക് പറയുന്നത് പാവപ്പെട്ട ഈ പാവപ്പെട്ടവന്റെ സർക്കാരായിരിക്കുന്ന സർക്കാർ ആ പാവപ്പെട്ട ഒരു നേരത്തെ അന്നം മരുന്നും മേടിക്കാൻ കാശില്ലാത്തവരെ ഒരു പെൻഷൻ കൊടുക്കണോ? ഇത്ര മാത്രമേ പറയാനുള്ളൂ. നാളെ എൻ്റെ പേര് നടപടി ഉണ്ടാവും. അനിൽ ആന്റണി അയാൾ 99% ജയിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കാരണം 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇങ്ങോട്ട് വന്നവരെ BJP ആരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. ഇത് ജനങ്ങൾ എല്ലാം പഠിക്കാൻ തുടങ്ങി. ജനങ്ങൾ മൂടന്മാരല്ല, അനുഭവത്തിന് വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ആരും അങ്ങോട്ട് ഇത് വിളിക്കുന്നില്ലോ. പ്രധാനമന്ത്രി അങ്ങോട്ട് പോയി വിളിച്ചില്ലല്ലോ, അതിനാരിനെ വിളിച്ചില്ലല്ലോ.
അനുഭവത്തിന്റെ വെളിച്ചമാണ്. ഒരു കാര്യം പറയാനുണ്ട്, വേർതിരിക്കുന്നവര് തണുപ്പ് ഒരു കാറ്റ് വരുമ്പോൾ അവർ ശരീരത്തിന് കുളിർമയുണ്ടാവും. അതായിരുന്നു മറ്റു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കുളിർമയുണ്ട് ശരീരത്തിന്. ഇത്ര ഞാൻ പറയുന്നു. നമ്മുടെ നാട് ഒന്നാം സ്ഥാനത്താകണമെന്ന് വരികിൽ ആന്റോ ആന്റണിയെ കൊണ്ടുവന്നും പറ്റത്തില്ല, തോമസ് ഐസക്കിനെ കൊണ്ടുവന്നും പറ്റത്തില്ല. കാരണം അവരും രാഷ്ട്രീയമായിട്ട് പല രീതിയിലായിരിക്കും. ഒടുക്കുടിയിലിരിക്കാൻ വേണ്ടി നമുക്കൊരു എം പിയുടെ ആവശ്യമില്ല. ഒടുക്കുടിയിലിരിക്കുന്നതിനേക്കാളും ഇവർ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് എഴുതുന്ന ചേട്ടാ ചേട്ടാ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ചെല്ലും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. നാടിനെ നന്നാക്കുമോ നശിപ്പിക്കുമോ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും നാളും. അതേസമയം മോദിജിയെ വരത്തുള്ളൂ എന്നുള്ളത് 100% ഉറപ്പായ സ്ഥിതിക്ക് അനിൽ ആന്റണി പോയി കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയാ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാടിന് വികസനം ഉണ്ടാകും. എനിക്ക് ആരും ഒന്നും കൊണ്ടുതരുന്നില്ല, ഞാനും ജീവിക്കുന്നു. പിണറായിയുടെ ഭരണത്തിനെ പറ്റി അങ്ങനെ എന്തോ പറയാ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ഞാനിത് പറഞ്ഞ പറ്റി നാട്ടുകാരെന്നെ എടുത്തിട്ടല്ലോ, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പോലീസുകാരും തല്ലണ്ട, നാട്ടുകാരും തല്ലണ്ടെന്ന് എനിക്ക്. എയർപോർട്ടിനെ പറ്റി, നമ്മളെ എയർപോർട്ടിനെ പറ്റി ഇതുപോലെ 4 വാർത്ത ഞാൻ പറഞ്ഞുതരാം. അന്ന് എനിക്ക് അതിന്റെ അങ്ങേപ്പുറത്തൊന്നും അടി കിട്ടിയവരാ. എയർപോർട്ടിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് ഞങ്ങളുടെ നാട്ടുകാരെ അതിന് എതിരായിരുന്നു. കാരണം വരരുതെന്ന്. ഇപ്പൊ തേണ്ട കിടക്കുന്നുണ്ടോ തിരിഞ്ഞ്. ഇപ്പൊ ആറന്മുള എയർപോർട്ട് വരുമോ? മിക്കവാറും വരും. വന്നാലും വന്നില്ലേലും നമുക്കൊന്നുമില്ല. ഞാൻ ആറന്മുളക്കാരനാ. ഇപ്പൊ നിലവിലെ കെ റൈസിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചേ കേട്ടു. കെ റൈസ് എന്നൊരു വാർത്ത മാത്രമേ വെളിയിൽ കേട്ടിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് നിലവിൽ ആരുടെയും മധ്യത്തിൽ ഇത് സംഭവം എത്തിയിട്ടില്ല. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ലിസ്റ്റ് വരുന്നു, അതും പ്രകാരം അവർക്ക് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്നു. ഇവ പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ലേ, അത് തന്നെ. ആന്റോ ആന്റണിയെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം തന്നെ ഈ CAA കുറിച്ചൊരു സംസാരം ആന്റണിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആന്റണി ഉൾപ്പെടെ ഉള്ളവർ അതിനെ അനുകൂലിച്ച് സംസാരിച്ചവരാ. എന്താണ് CAA എന്നുള്ളത് ഇവിടുത്തെ CPM-കാർക്കോ കോൺഗ്രസ്സുകാർക്കോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരമില്ല. എന്താണ് CAA എന്ന് ഇവിടുത്തെ പൗരത്വ കാര്യങ്ങളെ പറ്റി ഒരു കാര്യത്തെ പറ്റി വിവരമില്ലാത്തവരാണ് ഇവര് മറ്റൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കും. ആന്റണി കണ്ട നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കണ്ടാണ് ആന്റണി ഇന്ന് പതർന്നത്. കാലുൾപ്പെടെ വിറയ്ക്കുക. സർക്കാർ കാണിക്കുന്ന തമ്മാടിത്തരത്തിന് യാതൊരു അതിരുമില്ല. അവര് കാണിക്കുന്ന അഹങ്കാരവും അവരുടെ ആദിപുണ്ടായിസും അല്ലാണ്ട് മറ്റൊന്നും പറയാൻ. തെമ്മാടിത്തരം എന്ന് പറയുന്നതിന്റെ അങ്ങേ അറ്റത്തെ ഇതാണ് അവര് കാണിക്കുന്നത്. റോഡിൽ കള്ളുകൂടിയും വിളമ്പും ഇലയിട്ട വിളമ്പുന്നേ മനുഷ്യന് നേരെ പാനക്കത്തില്ല റോഡിൽ കൂടെ. അതുപോലൊക്കെ തെമ്മാടിത്തര കാണിക്കുന്നത് CPIM DFIക്കാരുടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് നിർത്തലാക്കണം. അഴിമതി നിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കൊള്ളത്തില്ല, അവനെ എടുത്തു കളയാൻ. ഇതിപ്പോ നമുക്കൊന്നും അറിയണ്ട. ഒരു തർക്കവും വേണ്ട. പത്തനംതിട്ട ഇത്തവണ BJP പിടിച്ചിരിക്കും. ഒരു തർക്കവും വേണ്ട, ഗ്യാരണ്ടി. DFIക്കാരുടെ CPM-കാരുടെ തെണ്ടിത്തരവും കൊള്ളത്തരവും തെമ്മാടിത്തരവും പെണ്ണുപിടുത്തവും എല്ലാം നിർത്തണം. അതെ ഞങ്ങൾക്ക് മോദി ഭരണമാണ് വേണ്ടത്. ഇവിടെയൊക്കെ ആദ്യം ഒരു 5 വർഷം കയറിയപ്പോൾ നല്ല ഭരണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു പെൻഷൻ പോലും കിട്ടി. 2 മാസം കഴിഞ്ഞ 2 മാസം തരാമെന്ന് പറഞ്ഞു. ഇപ്പം 1 മാസം തരാമെന്ന് ഇന്ന് പോലെ ഉണ്ടെന്ന് അതും ഇല്ല. പക്ഷെ ഈ പുള്ളി അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളെപ്പോലെ ജനങ്ങളെ കഷായിപ്പിക്കുക. അപ്പം ജനങ്ങൾ ആ യൂണിയൻ പാർട്ടിയിലുള്ളവർ തന്നെ വെറുക്കുക. തിരിഞ്ഞും ആ യൂണിയൻ പാർട്ടിയിലുള്ളവർ തന്നെ ജനങ്ങളെ വെറുത്ത് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കോൺഗ്രസ്സുകാരൻ കുറ്റമൊന്നുമല്ല, ഉള്ളതാണ്. ആദ്യം ഒരു 5 പേര് കയറിയപ്പം ആ പെൻഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കൊടുക്കും. പിന്നെ വന്നപ്പോൾ ഇവരുടെ പള്ള വെറുക്കുക. അല്ലാതെ ഇവിടുന്ന് അനിൽ ആന്റണി ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് അത്. ഇവിടെ വികസനമില്ല എന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. പൊതുവെ അല്ല, ശരിക്കും അങ്ങനെയുള്ള അഭിപ്രായം തന്നെയാണ്. അപ്പം അതുകൊണ്ട് മോദിജിയുടെ നേതൃത്വത്തിലുള്ള അനിൽ ആന്റണി തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇപ്പൊ വ്യത്യസ്ത അഭിപ്രായം, അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്ത അഭിപ്രായം നമുക്കുണ്ട്. അതായത് പത്തനംതിട്ടയിലും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പാലക്കാട്ടും ഇപ്പോ തൃശ്ശൂര്, അതുപോലെ തന്നെ പുതിയൊരു മണ്ഡലം, അതായത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ വളരെ സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7 മണ്ഡലങ്ങളിൽ BJP വലിയ വ്യത്യാസത്തിൽ വിജയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നോക്കിക്കാണുന്ന ഒരാളെന്നല്ല ഞാൻ പറയുന്നത്.
കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു അതിർത്തി ബാധിച്ച ആളുകൾ, അതായത് രാജ്യത്ത് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം, ഇനി രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള, അതായത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വലിയ മഹാനായ നേതാവ് ഈ രാജ്യത്ത് നയിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഈ രാജ്യത്ത് പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ഉള്ളവരും ദേശീയ ബോധമുള്ള ആളുകളായിരിക്കും. അവരെ പോലുള്ള ആളുകൾക്ക് അതിനൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പൂർണ്ണ തകർച്ച ഈ ഇലക്ഷനോട് കൂടി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം, ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടും. ആ 100% ഉറപ്പാണ് അക്കാര്യം. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു 10 ഗുണം 10 ഗുണമെന്ന്. അതായത് വളരെ നമുക്കറിയാം, രാജ്യം കണ്ട വലിയൊരു നേതാവാണ് എ കെ ആന്റണി. എ കെ ആന്റണിയുടെ മകനെ പോലുള്ള ആള് പോലും, എ കെ ആന്റണി ഇപ്പൊ സൈഡാക്കപ്പെട്ടു, അത് വേറെ കാര്യം. അദ്ദേഹത്തിന്റെ മകൻ ഈ രാഷ്ട്രീയ BJP വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തെ പാർട്ടി പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഈ നാട്ടിൽ ജനങ്ങൾ ഇനി വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വലിയ സാധ്യതയുള്ള ഒരാളാണ് ഈ അനിൽ ആന്റണി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പ്രബുദ്ധരാജ് ഇവിടെ ഒഴുകി വന്ന് ജനങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ നാട്ടിൽ പറ്റും. അദ്ദേഹത്തിന് ജയിക്കാൻ വളരെ സാധ്യതയാണ് ഇപ്പം നിലവിലുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെക്ക് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ ഒരു 4 സീറ്റ് വരെ ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അത് ഒന്ന് തിരുവനന്തപുരത്തും, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്. അനിൽ ആന്റണി തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അങ്ങനെ തന്നെ പോകും. കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ആ പാർട്ടി അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ പാർട്ടിയിൽ നിന്ന് ഇപ്പം വേറെ അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ വേറെ മാർഗ്ഗമില്ലല്ലോ അവർക്ക്. അപ്പോൾ അവർ ചേക്കേറാൻ പറ്റിയത് ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ BJP മാത്രമേ ഉള്ളൂ. LDF പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ വന്നാൽ സംരക്ഷണം കിട്ടുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ BJP മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അവർ വന്നുകൊണ്ടേയിരിക്കും. പിണറായി വിജയന്റെ ഭരണത്തിൽ ഞങ്ങൾക്ക് അതൃപ്തിയാണല്ലോ പറയാനുള്ളത്. ഞങ്ങൾ ആരും സന്തുഷ്ട. കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് 3 സീറ്റ് അവർ 7 പറയുന്നത് 3 കൂട്ടി വെച്ചാൽ മതി. പത്തനംതിട്ട കുഴപ്പമില്ല, കിട്ടും. തൃശ്ശൂർ കിട്ടും, തിരുവനന്തപുരം കിട്ടും. ഒരു 4 സീറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പത്തനംതിട്ട, ഒന്ന് തൃശ്ശൂർ, ആലപ്പുഴ, മറ്റുള്ള ഒരു സീറ്റ് മുരളീധരൻ ജി മത്സരിക്കുന്ന ആറ്റിങ്ങൽ. ഇങ്ങനെ 3-4 സീറ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അനിൽ കെ ആന്റണി നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, നല്ല കാൻഡിഡേറ്റാണ്. അതിവിടെ ഞങ്ങളുടെ ബൂത്ത് തലങ്ങളിലൊക്കെ നന്നായിട്ടുള്ള പ്രവർത്തനം സജ്ജമായിട്ട് നടക്കുന്നുണ്ട്. ബൂത്ത് പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ നിലവിലുള്ള MP യെ കുറിച്ച് നമുക്കറിയാവുന്നതാണല്ലോ. അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് ജയിച്ചു കഴിഞ്ഞ് ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വികസനം പത്തനംതിട്ടയിൽ എടുത്തു പറയാനുണ്ടോ? പത്തനംതിട്ടയിൽ എന്താണ് വികസനം ഉണ്ടായിട്ടുള്ളത്? ഒരു വികസനവും ഉണ്ടായിട്ടില്ല. മറിച്ച് NDA സഖ്യത്തിൽ അനിൽ ആന്റണി ഇവിടെ വരുവാണെങ്കിൽ, അനിൽ ആന്റണി വിജയിക്കുകയാണെങ്കിൽ ഈ പത്തനംതിട്ടയ്ക്ക് സമ്പൂർണ്ണമായൊരു വികസനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഏകദേശം എൻ്റെ ഒരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 3 സീറ്റെങ്കിലും പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ കുറഞ്ഞ 5 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ മോശം പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം. ഈ പത്തനംതിട്ടയുടെ യാതൊരുവിധ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ഒരു നേതാവായിരുന്നു. പുതിയ സ്ഥാനാർത്ഥി പുതിയ യുവാക്കൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടുത്തെ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ MP യാതൊരു വിധമായിട്ടുള്ള വികസനങ്ങൾ ഇവിടെ നടത്തിയിട്ട് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കുറച്ച് ഹൈമാക്സ് ലൈറ്റ് മാത്രം ഇവിടെ ഉദ്ഘാടനം ചെയ്തല്ലാതെ ഒരു വികസന പദ്ധതികളോ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഹൈമാക്സ് ലൈറ്റുകൾ മാത്രം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം. ഇവിടെ യാതൊരു വിധമായിട്ടുള്ള പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ അനിൽ ആന്റണി ഇവിടെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിന്റെ ഈ സമഗ്രമായ വികസനം ഇവിടെ നടപ്പിലാക്കും. നരേന്ദ്രമോദിയായിട്ട് നല്ല ഇതുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പലതരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. വെറും പരാജയമാണ്. കാരണം എൻ്റെ നാട് പൂഞ്ഞാറാണ്. അങ്ങോട്ടൊക്കെ പുള്ളി ഈ 5 വർഷം കൂടി അടുത്ത ഇലക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കടന്നു വരുന്നത്. പുള്ളി എന്താണ് MP ആണെന്നുള്ളത് തീർത്ത് പരാജയമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലോട്ട് 5 പൈസയുടെ വികസനം, 5 പൈസ ഫണ്ട് ഇതുവരെ ഈ 5 വർഷമായിട്ട് തന്നിട്ടില്ല. അനിൽ ആന്റണി ദേശീയത ഭാവ ഏതായാലും മോദി സർക്കാർ തന്നെ വരുന്നത്. ആ മോദിയുടെ ഒരു MP ഈ നാട്ടിൽ വരുവാണെങ്കിൽ അതിനകത്ത് വികസനം ഈ രാജ്യത്ത് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. അതിനാണ് ഞങ്ങൾ അനിലിനെ പിന്തുണയ്ക്കുന്നതും ഈ മോദിയെ പിന്തുണയ്ക്കുന്നതും. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മെയിനായിട്ട് കർഷകർക്കാണ്. കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ കർഷകരെ ഏറ്റവും അഭിരിക്കുന്നത് ഇപ്പം വന്യജീവി ആക്രമണം. ഈ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 5 വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അതും 2ാം ടൈം വന്നു കഴിയുമ്പോഴത്തേക്ക് വെറും പരാജയമാണ്. ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇതിലെല്ലാം
അരിശം കൊണ്ട് ഞങ്ങൾ മോദി ഭരണത്തിലോട്ട് വന്ന ആൾക്കാരാണ്, പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. ഈ പരാജയ ഭരണത്തിലെല്ലാം അതിന്റെ പ്രതിഷേധമായിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാവരും വരും കാലങ്ങളിൽ കോൺഗ്രസിൽ നിന്നും CPM നിന്നും എല്ലാവരും ഇനി വരും. കാരണം വരുന്നതിന് നമുക്ക് ഇനിയൊരു മുമ്പോട്ടൊരു ഇതുള്ളത് മോദിയെ ഉള്ളൂ ഞങ്ങൾക്കൊരു പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാ മുന്നണിയിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ച ആൾ വരും. നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മഹാനാണ്. തുടർന്നും മോദിജിയുടെ ഭരണം അധികാരത്തിൽ വരണം എന്നാണ്. പിണറായിയെ കുറിച്ച് പറയാൻ നല്ലതായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ എല്ലാവരും നല്ല ആൾക്കാരാണ്, എല്ലാ ഭരണാധികാരികളും. പക്ഷെ വരുന്ന ഭരണത്തിന്റെ അവരുടെ അടിസ്ഥാനപരമായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ചട്ടക്കൂടിനകത്ത് നിന്നുള്ള അഴിമതിയാണേലും നല്ല കാര്യമാണേലും അതേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അതല്ല, വ്യക്തിപരമായ ഒരു തീരുമാനവും കാഴ്ചപ്പാടും ഇന്ത്യയിലെ സർവ്വജനങ്ങളോടും ഉണ്ട്. അതിലേറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന അദ്ദേഹം കുട്ടികളോടാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ല സ്റ്റാർട്ടപ്പ് പദ്ധതികൾ. പഴയ MP കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞൊരു സംഗതി 15 വർഷമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ഒരു റോഡ് കിട്ടിയിരുന്നു, അതായത് പ്രധാനമന്ത്രി റോഡ്, ഗ്രാമസഡക്ക് യോജന. അതില് അദ്ദേഹം പറയുന്ന ഈ റോഡ് എങ്ങനെ വന്നെന്ന് പോലും അറിയില്ലെന്നാ പറയുന്നത്. ഒരു MP ആണ്, അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അനിൽ ആന്റണി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ ഇപ്പൊ പത്തനംതിട്ട കിട്ടാൻ സാധ്യതയുണ്ട് സംഗതി, മൊത്തത്തിലെ അഭിപ്രായത്തില്.